ഹൃദയം കർത്താവിന്റെ പക്കലേക്ക് ഉയർത്താം. ഈ ധ്യാനത്തിന്റെ 2ാം ദിവസം ഈശോ നമ്മളോട് കർത്താവിനോട് ചേർന്നിരുന്ന കർത്താവിന്റെ വചനം ശ്രവിക്കാനുള്ള ഒരു വിളി നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം തന്ന വിളിയുടെ വലിയ ആ ഒരു സാധ്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ സങ്കീർത്തകൻ 36-ാം അധ്യായം ജീവന്റെ ഉറവയായ ദൈവത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവന്റെ ഉറവ ദൈവമാണെന്നും യോഹന്നാൻ 7:37 കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്നുള്ള തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളത് ധ്യാനിക്കുന്നുണ്ട്. കർത്താവിന്റെ ആ തിരുവചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ദേവാലയത്തിന്റെ ബലിപീഠത്തിന് ഒഴുകിയിറങ്ങുന്ന വലിയ നീർച്ചാലിനെ കുറിച്ചുള്ള വചനവും നമ്മൾ വായിക്കുകയാണ്. സങ്കീർത്തകൻ കർത്താവിന്റെ ജീവന്റെ ഉറവയെക്കുറിച്ച്, യേശുവാകുന്ന കാരുണ്യത്തെക്കുറിച്ച് മുന്നേക്കുട്ടി പ്രവചിക്കുകയാണ്. ആ കാരുണ്യത്തിന്റെ ആഴമെന്ന് പറയുന്നത് 36-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു, വിശ്വസ്തത മേഘങ്ങൾ വരെയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ദൈവത്തിന്റെ വലിയ കാരുണ്യം അനുഭവിക്കാനുള്ള കൊതിയുണ്ടാവട്ടെ. ആ കാരുണ്യത്തിലേക്ക് നമുക്ക് ഉറച്ച ഹൃദയത്തോടെ ആയിരിക്കാം. ദൈവം വിശ്വസ്തനാണ്. എല്ലാ മക്കളും അത് വിശ്വസിക്കുക. പരിശുദ്ധ അമ്മ തന്റെ മാഗ്നിഫിക്കാത്തിൽ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അവിടുന്ന് എന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതെന്ന് പ്രകീർത്തിക്കും. എത്രയോ വലിയൊരു വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിക്കുന്നത്. അമ്മ പറയുകയാണ്, ഇതാ കർത്താവെ, അവിടുന്ന് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപമാനിതമാക്കപ്പെടുന്ന വലിയൊരു സാഹചര്യത്തിൽ അമ്മയായിരിക്കുമ്പോഴും അമ്മ അധരം കൊണ്ടത് ദൈവത്തെ വിളിച്ച് സ്തുതിച്ച് ആരാധിക്കുന്ന മഹനീയമായ ഒരു വചനത്തിന്റെ സാക്ഷ്യമാണ് മാഗ്നിഫിക്കാത്ത് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഈശോ അനുവദിച്ചിരിക്കുന്ന ഈ വലിയൊരു സഹനത്തിന് തലങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം. ഈശോയെ, എല്ലാവിധ ഭാരങ്ങളും മാറ്റിവെച്ച് ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന മക്കൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. അതെന്ത് സാഹചര്യങ്ങളും ആയിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞില്ലാത്തതിന്റെ വലിയ മനോവേദനയുണ്ടാകാം. ഒപ്പം അനേക കാര്യങ്ങൾ അതിനേക്കാൾ അപ്പുറമായി നിങ്ങളെ ഞെരുക്കുന്നുണ്ടാവാം. പല വിധത്തില് നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ വലിയൊരു കടല് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പെടാനാവാത്ത, വലിയ തീരം കാണാത്തൊരു കടലായി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കൃപ ദൈവം നമുക്ക് തരട്ടെ. സങ്കീർത്തകൻ 35-ാം അധ്യായം 22-ഉം 23-ഉം വചനങ്ങളിലാണ് ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായി നൽകിയിരിക്കുന്ന വചനം. കർത്താവെ, അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ, അവിടുന്ന് മൗനമായിരിക്കരുതേ. കർത്താവെ, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. എല്ലാ മക്കളും ഹൃദയത്തിൽ ഈ വചനം ഒന്ന് പറയട്ടെ. കർത്താവെ, അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ, അവിടുന്ന് മൗനമായിരിക്കരുതേ. കർത്താവെ, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. എന്റെ ദൈവമായ കർത്താവെ, എനിക്ക് നീതി നടത്തി തരുവാൻ വേണ്ടി അവിടുന്ന് ഉണർന്ന് എഴുന്നേൽക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ തിരുമുൻപില് നിലവിളിക്കുന്നൊരു ഹൃദയത്തോടെ നിങ്ങൾ ഈ സമയത്ത് ആയിരിക്കുമ്പോൾ കണ്ടിട്ടുള്ള കർത്താവിനോട് ഹൃദയം കൊണ്ട് കരയാനും പ്രാർത്ഥിക്കാനും ഈശോ നമ്മളെ സഹായിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ ദാസരുടെ മേല് വലിയ കരുണ, വലിയ കൃപ. സങ്കീർത്തകൻ 36-ാം അധ്യായം 8-ാം വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയും. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് നുകരാൻ, പാനം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. കർത്താവെ, അങ്ങിലാണ് ജീവന്റെ ഉറവ. ആ വലിയ ജീവന്റെ ഉറവ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളുടെ മേലെ കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മനസ്സ് തുറന്ന് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ഈശോയെ സ്തുതിക്കട്ടെ. എല്ലാ മനസ്സുകളും ഈശോയെ സ്തുതിക്കട്ടെ. എല്ലാവിധ ഭാരങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും എല്ലാം ഈ മണിക്കൂറിൽ മാറിപ്പോകട്ടെ. കർത്താവിനെ ആരാധിക്കട്ടെ. എന്റെ ഈശോയെ, എന്റെ തമ്പുരാനെ,
എന്റെ നാഥ, ഞങ്ങൾ ഒരു ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു, ഒരു മനസ്സോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയോട് ചേർന്നിരുന്ന ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് ഈ മക്കളുടെ ജീവിതത്തിന്റെ വരണ്ടുണങ്ങിയ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഭാരപ്പെടുന്ന ഈ ഹൃദയങ്ങളിലേക്ക് വലിയ ജീവജലത്തിന്റെ അരുവി ഒഴുക്കാൻ തക്ക വിധത്തിൽ കർത്താവെ അവിടുന്ന് ശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ കൃപയുടെ കടാശത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നീ ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ, ആരാധന, 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 ആരാധന. കർത്താവേ, നിന്റെ മക്കളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. സകല വിശുദ്ധരും സകല മാലാഖമാരും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം, ഈശോയുടെ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം, അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കണം. കർത്താവേ, നീ കൈനീട്ടി നിന്റെ ജനത്തെ അനുഗ്രഹിക്കണം. ഈശോയെ, ദാഹിക്കുന്ന ഈ മക്കൾക്ക് ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, പ്രാർത്ഥനാ വരം ലഭിക്കട്ടെ. ഈശോയെ, പ്രാർത്ഥനാ വരം ലഭിക്കട്ടെ. കർത്താവെ, പ്രാർത്ഥിക്കാനുള്ള വലിയ വരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. കർത്താവെ, ഭൂമിക്ക് മുകളിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യമാണ് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ കൂട്ടായ്മയിലുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉള്ളുമുള്ളായ്മയെ സമർപ്പിച്ച് ആരാധിക്കുന്നു. മനസ്സിന്റെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, കെട്ടുപാടുകൾ അഴിഞ്ഞു പോകട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന. കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ, നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. സ്തുതിക്കുന്നു. ആത്മാവിന്റെ കൃപ നിറയാൻ ആഗ്രഹിച്ച് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയട്ടെ. ഇന്നത്തെ ശുശ്രൂഷയെ ആത്മാവ് ഏറ്റെടുക്കട്ടെ. എല്ലാവിധ ഭാരങ്ങളുടെയും മേല് ദൈവത്തിന്റെ കരുണയുണ്ടാവട്ടെ. എന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. എല്ലാ മക്കളിലും നിറയപ്പെടുവാൻ, എല്ലാ വ്യക്തികളിലും നിറയപ്പെടുവാൻ, എല്ലാ മക്കളുടെയും കണ്ണുനീരിലേക്ക് ഈശോയുടെ കരുണയൊഴുകാൻ. എന്റെ പരിശുദ്ധാത്മാവെ, എല്ലാ മക്കളിലും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളെ ഏറ്റെടുക്കണേ. ആത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളുടെയും മേൽ ആത്മാവിന്റെ നിറവുണ്ടാവട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്ക് ഈശോ, എല്ലാ കുഞ്ഞുങ്ങളിലേക്ക്, എല്ലാ മക്കളിലേക്ക് ഈശോയുടെ വലിയ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഈ മക്കൾക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള വലിയ കൃപ, ആത്മാവിന്റെ വലിയ അനുഗ്രഹം, സ്വർഗത്തിന്റെ ബ്ലെസ്സിംഗ് ഉണ്ടാകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഗ്നിഹരകമായി തീർന്ന പാവനാത്മാവേ, സുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചാനുഗ്രഹമേകണമേ. സ്നേഹത്തോടെ പാടട്ടെ. ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, എല്ലാ മക്കളിലും നിറയട്ടെ. എല്ലാ മക്കളിലും നിറയട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. ആത്മാവേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ ആത്മാവേ, വന്ന് വസിക്കണമേ. എല്ലാ മക്കളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ബാശരിരിരിരിരി. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലേക്ക് വന്ന് നിറയട്ടെ. എല്ലാ വ്യക്തികളിലും വന്ന് നിറയട്ടെ. ഓരോ മക്കളുടെയും മേല് ദൈവത്തിന്റെ വലിയ സ്നേഹം നിറയട്ടെ. ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ,
പരിശുദ്ധാത്മാവേ, ഈശോയുടെ ആത്മാവേ, ണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലും വന്നിറയണമേ. എല്ലാ മക്കളെ ഏറ്റെടുക്കണേ ആത്മാവേ. എല്ലാ മക്കളുടെ മേൽ എല്ലാ മക്കളും ആഗ്രഹിച്ച് പാടിക്കേ. പരിശുദ്ധാത്മാവ് നിറയാൻ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ലഭിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ബലം ലഭിക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. എല്ലാ വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ വലിയ ദാനവരങ്ങൾ നിറയട്ടെ. കർത്താവിന്റെ കാരുണ്യം നിറയട്ടെ. കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഓ ഈശോയേ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ അടച്ച കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ഈശോയെ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ബ്ലെസ്സിങ് സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങള് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ വേണ്ടി ഇന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വലിയ കരുണ, ആ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈശോയെ ഇന്ന് അത് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ വലിയ ഹിതം, ദൈവത്തിന്റെ വലിയ പ്രസാദം നമുക്കുണ്ടാകാൻ ആഗ്രഹിക്കാം. കർത്താവ് മോശയോട് പറഞ്ഞു, പുറപ്പാട് 33:17, നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. ദൈവ പ്രീതി നേടിയ വ്യക്തിയായിരുന്നു മോശ. അതുകൊണ്ട് മോശ സ്വർഗത്തോട് പറയുന്നതെല്ലാം സ്വർഗം ചെയ്തു കൊടുത്തു. ഇന്ന് ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിലെ വെളിപ്പെടുത്തൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ദൈവപ്രീതിക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കട്ടെ. എന്റെ കുടുംബത്തിലെ ബ്ലെസ്സിങ് കടന്നു വരാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെല്ലാം അത് വിട്ടുമാറി പോകണം. ഈശോയുടെ സാന്നിധ്യം നിറയണം, ഈശോയുടെ ശക്തി നിറയണം, ഈശോ വന്ന് നിറയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ വചനം പറയുകയാണ്, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി അവന്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. എസെക്കിയേൽ 20:47, ഞാൻ നിന്നിൽ തീ കൊളുത്തും, നിന്നിൽ പച്ചയും ഉണങ്ങിയതുമെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. തെക്ക് മുതൽ വടക്കുള്ള എല്ലാവരും അതിൽ കരിയും. കർത്താവായ ഞാനാണ് കൊളുത്തിയത് സകല മർത്തിനും അറിയും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോ കർത്താവിന്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി കാത്തിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങള് ആത്മാവിനെ നിർവീര്യമാക്കിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തടസ്സങ്ങൾ മാറട്ടെ. ഈശോയെ, ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവേ, അത് കുറവുകളാകട്ടെ, പാപങ്ങളാകട്ടെ, കർത്താവെ എല്ലാവിധ നിരാശകളാകട്ടെ, അവിശ്വാസത്തിന്റെ കെട്ടുകളാകട്ടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളാകട്ടെ, കുറ്റപ്പെടുത്തലുകളാകട്ടെ, ഈശോയുടെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. വലിയൊരു വിശുദ്ധീകരണം സംഭവിക്കട്ടെ, വലിയൊരു വിശുദ്ധീകരണം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബറാദികമറാദികർമാരെ കബ്രോത്ത കറോപാക ബാലബലാക മറാദിരി. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ, വന്ന് നിറയണമേ, കവിയണമേ ആത്മാവേ. എല്ലാ മക്കളും ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ. പരിശുദ്ധാത്മാവേ നിറയണമേ, എന്റെ പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. എല്ലാ വ്യക്തികളും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു വചനം പെട്ടെന്ന് നൽകുകയാണ്. ജോബിന്റെ പുസ്തകം 37-ാം അധ്യായം 14-ാമത്തെ വചനം. ജോബേ, നീ കേൾക്കുക, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അല്പനേരം നീ ചിന്തിക്കുക. കർത്താവിന്റെ വചനവുമാണ്. നീ ലിസൺ ചെയ്യണം. നീ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നീ ധ്യാനിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വലിയ അത്ഭുതങ്ങളെ കുറിച്ചാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ഈ ദിവസങ്ങൾ ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്നലെ കേട്ടു ദൈവത്തിന്റെ വലിയ സാധ്യത, ദൈവം ചെയ്ത വലിയ മിറക്കിളുകളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തില്
ഹന്നായുടെ ജീവിതത്തില്, റെബേക്കായുടെ ജീവിതത്തില്, റഹേലിന്റെ ജീവിതത്തിലൊക്കെ ദൈവം ചെയ്ത, സാംസന്റെ അമ്മയുടെ ജീവിതത്തില്, സക്കറിയ എലിസബത്തിന്റെ ഒക്കെ ജീവിതത്തില് ദൈവം ചെയ്ത വലിയ അത്ഭുതത്തെ കുറിച്ച് നമ്മൾ കാണുകയാണ്. ദൈവത്തിന്റെ പ്രവർത്തികളുടെ വലിയ വെളിപ്പെടുത്തലുകളെ നമ്മൾ ധ്യാനിച്ചു. നമ്മൾ ഇന്നലെ ചിന്തിച്ചു, കർത്താവിന്റെ വലിയ സാധ്യത, ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇന്ന് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോ ജോബ് 37:14 ദൈവം പറയുന്ന വചനം നമ്മളോട് പേര് വിളിച്ച് കർത്താവ് പറയുകയാണ്, മകളെ, മകനെ, ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അല്പനേരം നീ ചിന്തിക്കുക. ദൈവത്തിന്റെ കൽപ്പനയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ദൈവവചനത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? നീ ധ്യാനിക്കണം, നീ മെഡിറ്റേറ്റ് ചെയ്യണം. ഈശോതാണ് നമ്മളോട് പറയുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവസത്തിൽ ദൈവത്തിന്റെ വലിയ ഇടപെടലുണ്ടാകാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്ന വചനത്തിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് കടന്നു പോവുകയാണ്. ജോബേ, നീ കേൾക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അല്പനേരം നീ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുവചനത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്നലെ പ്രധാനമായിട്ടും പറഞ്ഞു, കർത്താവിന്റെ വലിയ സാധ്യതയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കണം. 3 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ധ്യാന ശുശ്രൂഷയിൽ 1-ാം ദിവസം കടത്തിവിട്ട. ദൈവത്തിനൊന്നും അസാധ്യമല്ല. കർത്താവ് ഹന്നയുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അടയാളങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു. ഹന്നയുടെ നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന്. 3-ാമതായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് ധ്യാനിച്ചത്, കർത്താവ് ദേവാലയത്തിലായിരുന്ന സക്കറിയായിക്ക് ദേവാലയത്തോട് ചേരുന്ന ദൈവത്തിന് വഴിയൊരുക്കുന്ന സ്നാപകയോഹന്നാനെ പങ്കുവെച്ചു കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, മക്കളില്ലാത്ത ദമ്പതികളെല്ലാം ദൈവത്തോടൊപ്പം ചേർന്നിരുന്നു എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു വിളിയുടെ, ഒരു കാത്തിരിപ്പിന്റെ തലമാണ് ഈ മക്കൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ഈ നാളുകളും ഈ വർഷങ്ങളുമെല്ലാം. അങ്ങനെയെങ്കിൽ ഈ കാത്തിരിപ്പിൽ നീ എന്താണ് ചെയ്യേണ്ടത്? ഈ കാത്തിരിപ്പിന്റെ സാധ്യതയിൽ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ ജീവിതങ്ങളിലെല്ലാം നമ്മൾ കാണുമ്പോൾ അവരെല്ലാം ദൈവവചനത്തോട് ആഴമായി ചേർന്നിരുന്നവരാണ്. വചനത്തോട് ചേർന്നിരുന്നവരാണ്. ദൈവകൽപ്പനകളോട് ചേർന്നിരുന്നവരാണ്. പ്രവാചക ഗ്രന്ഥങ്ങൾ ധ്യാനിച്ചിരുന്നവരാണ്. ദൈവം അരുളിച്ചത് അരുളപ്പാടുകൾക്ക് ചെവിയോർത്തവരാണ് ഇവരെല്ലാവരും. നമുക്കറിയാം, അബ്രഹാമും സാറായും ദൈവത്തിന്റെ കൽപ്പനകൾക്ക് ചെവിയോർത്തവരാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തെ രക്ഷാകരത്വം തുടരുമ്പോൾ അവരുടെ ജീവിതത്തില് കർത്താവ് പ്രത്യേകമായി സെലക്ട് ചെയ്യുന്നത്. നമ്മള് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെ കാണുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് എന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിന് കാതോർത്ത വ്യക്തികളായിരുന്നു അവരെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും കർത്താവിന്റെ വചനത്തിന് കാതോർക്കാനുള്ള ഒരു കൃപ, ദൈവവചനത്തെ ലിസൺ ചെയ്യാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കണം. കാരണം കർത്താവിന്റെ വചനം നമ്മൾക്ക് കടന്നു വരുമ്പോഴാണ് തടസ്സങ്ങൾ മാറിപ്പോവുക. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു അമ്മയെയും 2 മക്കളെയും കാണാനിടയായി. 2 ചെറിയ മക്കളാണ്. ഈ ചെറിയ കുഞ്ഞിന്റെ ഒരു കുഞ്ഞിനെ എനിക്കറിയാം, ഞാൻ ഭയങ്കര തിരക്കാണ്, ആൾക്കാരിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിലാണ് ഈ അമ്മയും 2 മക്കളെയും കാണുക. ഞാൻ കുഞ്ഞുങ്ങളുടെ മുഖത്തോടൊന്നും കൃത്യമായിട്ട് നോക്കുന്നില്ല. ഞാൻ ഈ 1-ാമത്തെ കൊച്ചിന്റെ തലയിലേക്ക്, ചെറിയ പിള്ളേരാണ്, തലയിൽ കൈ വെക്കുമ്പോ ഈശോ ഇങ്ങനെ അവനോടങ്ങ് ചേർന്ന് ഇങ്ങനെ പിരിഞ്ഞു പോകാനാവാത്ത വിധത്തിൽ ഒട്ടിയിരിക്കാന്നൊക്കെ, സയാമി സെരട്ടകളെ പോലെ ഈശോ അവനോട് ചേർന്നിരിക്കുന്ന എനിക്ക് കാണാൻ പറ്റുകയാണ്. അത്രമാത്രം ഒട്ടിയിരിക്കുന്ന ഒരു ഫീലിംഗ്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇതൊന്നും കൊച്ചിനെ കാണുന്നില്ല. അമ്മയുടെ മുഖത്തോട് നോക്കിയിട്ട് അമ്മ ഒരു കൈ കൊച്ചിനെ മറ്റേ കൈ കൊച്ചിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ, ഈശോ തെരഞ്ഞെടുത്തൊരു കൊച്ചാ കേട്ടോ, ഈശോ തന്നയൊരു കൊച്ചാ കേട്ടോ, ഈശോ മാത്രമാണ് ഇവനുള്ളത് കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മറ്റേ കൊച്ചു തലയിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അവനെ ഈശോ വിശുദ്ധ കുർബാന കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഒരു ഡിഫറന്റ് ആയിട്ട് ഒരു മെസ്സേജ്. സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഈശോ കുറച്ചുകൂടെ പേഴ്സണലി അവരുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കും. ഇതൊന്നും എനിക്കറിയില്ല.
പെട്ടെന്ന് ഞാൻ ഈ ചേച്ചി കണ്ണു നിറഞ്ഞ് കരയുവാണ്. അപ്പൊ ഞാൻ എന്താണ് ഈ ചേച്ചി കരയുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് വീണ്ടും ഈ കുഞ്ഞുങ്ങളെ നോക്കിയപ്പോ 2 പിള്ളേരും ഓട്ടിസം ബാധിച്ച പിള്ളേരാണ്. 2 കുഞ്ഞുങ്ങളും ഓട്ടിസം ബാധിച്ച്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഈ ആദ്യം ഞാൻ പ്രാർത്ഥിച്ച കൊച്ചിന് വാ പോലും അടയ്ക്കാൻ പറ്റില്ല. ആദ്യം ഞാൻ പ്രാർത്ഥിച്ചു വാ പോലും അടയ്ക്കാൻ, അവനിങ്ങനെ ഒന്നും മനസ്സിലാകാതെ അവനിങ്ങനെ കണ്ണു മിടിച്ച് ഇങ്ങനെ നോക്കുവാണ്. മറ്റേ കുഞ്ഞും അതേപോലെ. ആകെ 2 മക്കളേ ഉള്ളൂ. 2 മക്കളും ഓട്ടിസം ബാധിച്ച പിള്ളേരാണ്. അതുങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, എന്നിട്ട് ഇവര് ധ്യാനത്തിന് വന്നിരിക്കുക, കർത്താവിന്റെ വചനം കേൾക്കാൻ. മറ്റൊന്നുമല്ല ആശ്വാസം തേടി പോയിരിക്കുന്നത്. ജീവിതത്തിന്റെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ 2 മക്കളും ഓട്ടിസം ബാധിച്ചവരാണ്. അവർക്ക് മുന്നോട്ട് മനുഷ്യരീതിയിൽ ചിന്തിക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടും. എന്നാൽ അവര് ഈ ഒരു സാഹചര്യത്തിലും കർത്താവിന്റെ വചനം ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. ഞെരുക്കത്തിന്റെ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവവചനത്തെ ലിസൺ ചെയ്യുന്ന ഒരു കുടുംബത്തെ ഈശോ ഈ ദിവസങ്ങളിൽ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഈ 2ാം ദിവസത്തിൽ പ്രിയപ്പെട്ട മക്കളെ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങണം. വചനം കടന്നു വരുമ്പോൾ അനേക തടസ്സങ്ങൾ വിട്ടുപോകും. എന്റെ ഈ ശുശ്രൂഷ ലൈഫില് കർത്താവ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പറയുന്നത് അഹങ്കാരമായി കരുതരുതേ പ്രിയപ്പെട്ടവരെ. ഏറ്റവും കൂടുതൽ അത്ഭുത സാക്ഷ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്തതാണ്. അത് എനിക്ക് ഈ എവിടെ വേണേലും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വലിയ ഒരു ധൈര്യമാർന്ന ടെസ്റ്റിമണികളാണ്. കാരണം കർത്താവ് അത്രമാത്രം വ്യക്തികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ എന്റെ ശുശ്രൂഷ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്ക് വ്യക്തിപരമായി തരുന്ന ചില വചനങ്ങള് ഞാൻ ഇവരോട് പങ്കുവെച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വചനങ്ങൾ ഇവര് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഇവരുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കാണുകയാണ്, ശരീരത്തിലും മനസ്സിലും ഒക്കെ. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിയപ്പോൾ ശരിക്ക് തന്ന വചനമാണ് ജോബ് 37:14. ജോബേ നീ കേൾക്കുക. ജോബ് എവിടെയാണ്? ജോബ് സഹനത്തിന്റെ നടുവിലാണ്. അവന് പ്രതീക്ഷിക്കാൻ ഇനി ഒന്നുമില്ല. മക്കള് എല്ലാം, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു, ഉപേക്ഷിച്ചു പോയി, മക്കള് നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. ചാരത്തിലിരുന്ന് ശരീരത്തിലെ വലിച്ചിറങ്ങുന്ന പുഴുക്കളെ ഒരു ചിരട്ട കൊണ്ട് മാന്തി എറിയുന്ന അവനോട് വചനം ലിസൺ ചെയ്യാൻ പറയുന്ന ഒരു കൂട്ടുകാരന്റെയാണ് നമ്മൾ ഈ വചനത്തിൽ കാണുക. വചനം മാത്രം ലിസൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ജോബിനെ സഹനത്തിന്റെ ചുളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ നാളുകളില് ഈശോയുടെ വചനം ലിസൺ ചെയ്യാനുള്ള ഒരു കൃപ കേൾക്കണം. കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ കേട്ടത് കാണാനുള്ള കൃപ ഈശോ നമുക്ക് നൽകും. അതാണ് ജോബിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഈ ജോബിന് 37-ാം അധ്യായം 14-ാമത്തെ വചനത്തില് കൂട്ടുകാരിങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, നീ കേൾക്കണം, നീ ധ്യാനിക്കണം, വചനം കേട്ട് ധ്യാനിക്കണമെന്ന് ആവർത്തിച്ച് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ജോബ് 42-ാമത്തെ അധ്യായത്തിൽ ജോബ് സ്വയം നീതീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വചനങ്ങള് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്. 5-ാമത്തെ വചനം ഇങ്ങനെയാണ്, 42-5. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു വചനമാണ്. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. കേട്ടതെന്താണോ അത് കാണാനുള്ള ഒരു കൃപ. കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പൊ ഞാനും നിങ്ങളും കേട്ടു തുടങ്ങുമ്പോഴാണ് നമുക്കത് കാണാനായിട്ട് പറ്റുക. ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടു തുടങ്ങുമ്പോൾ അത് കാണാനുള്ള കൊതി നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങള്, മിറക്കിളുകള്, വചനത്തിൽ ജീവിക്കുന്ന കർത്താവ്, ഇന്നും നമ്മൾ ജീവിക്കുന്ന കർത്താവ്, നമ്മുടെ ഒപ്പം നടക്കുന്ന കർത്താവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാനുള്ള കൃപയുടെ തലം ഈശോ നമുക്ക് നൽകുകയാണ്. അതാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ആ നമ്മുടെ കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ആ കർത്താവിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് പറയുകയാണ്. ഈ വചനം ലിസൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. വചനം എപ്പോഴും നമ്മളെ തിരുത്തും. വചനം എപ്പോഴും തിരുത്തലിന് കാരണമാവുകയാണ്. തിരുവചനം എപ്പോഴും തെറ്റിതിരുത്തലിന് കാരണമാകുന്ന തിരുവചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി അധികമായി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം നിങ്ങളുടെ വേദനയുടെ ആഴം എത്രയോ വലുതാണ് എന്ന്. കാരണം എന്റെ ട്വിൻ സിസ്റ്ററിന് 4 വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞുവാവയെ കർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈഫിൽ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അവരുടെ കണ്ണുനീര് എന്നെ ഇരട്ടിയായതുകൊണ്ട് തന്നെ അവരുടെ വേദനയുടെ ആഴം ഞാൻ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പകലും ഓരോ രാത്രിയും അവൾ കരയുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ എന്റെ സ്വന്തം പോലെ കണ്ട് എത്ര തിരക്കാണെങ്കിലും ഈ ശുശ്രൂഷ ഞാൻ മുടക്കില്ല. കാരണം എനിക്കറിയാം നിങ്ങളുടെ വേദനയുടെ ആഴം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട മക്കൾ, ഇന്നൊരു തീരുമാനമെടുക്കുക. വചനം വായിക്കാൻ തീരുമാനമെടുക്കുക, വചനം കേൾക്കാൻ ഒരു തീരുമാനമെടുക്കുക. കാരണം നമ്മുടെ മനുഷ്യ വചനങ്ങളല്ല, ദൈവത്തിന്റെ വചനത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ആകാശം ഭൂമിയും കടന്നു പോയാലും എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. കർത്താവിന്റെ വചനം അതാണ്. ആകാശം ഭൂമിയും കടന്നു പോയാലും എന്റെ വചനങ്ങൾ കടന്നു പോവില്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ വചനം ധ്യാനിക്കുമ്പോഴാണ്, ഈ വചനം കേൾക്കുമ്പോഴാണ്, ഈ വചനം വായിക്കുമ്പോഴാണ് വചനത്തിൽ ഈശോയെ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആദ്യമായി ഈ വചനം ഏറ്റെടുത്ത് ധ്യാനിക്കാനുള്ള ഒരു ആലോചന, ഒരു പങ്കുവയ്ക്കൽ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. രണ്ടാമതായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്. നമ്മുടെ ധ്യാനം കണ്ടിന്യൂസ് 3 ദിവസം ആയതുകൊണ്ടും നിങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുദ്ധീകരണത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ തടസ്സം നിൽക്കുമ്പോ, നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോ ചിലപ്പോൾ മാറ്റേണ്ടതായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് പലതും മാറ്റേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇനി എന്താണ് ഞാൻ മാറ്റേണ്ടതെന്ന് ഈശോയോട് ചോദിക്കേണ്ട ഒരു ദിവസമാണിന്ന്. ദൈവത്തിന്റെ വലിയ സാധ്യതയും ദൈവം ചെയ്യാൻ പോകുന്ന വൻകാര്യങ്ങളും നമ്മൾ കണ്ടു. എന്നാൽ നമ്മൾ ഇന്ന് ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ, എന്താണ് ഞാൻ ഇനി മാറ്റാനുള്ളത്? എന്റെ കുടുംബത്തില്, നിങ്ങളുടെ ജീവിത പങ്കാളിയില്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തില് എന്താണ് നീ ഇനി മാറ്റാനുള്ളത്? നിങ്ങൾക്കറിയോ, ഒരു ഫാമിലിയെ ഞാൻ കാണാനിടയായി. എനിക്ക് തോന്നുന്നു 11 വർഷത്തിന് ശേഷമായിട്ടും ഒരു കുഞ്ഞില്ല. ഞാൻ അവരുടെ വീട്ടിൽ കയറി ചെന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈശോനോട് പറയുകയാണ്, അഗാധമായി ക്ഷമിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 പേരെയും വിളിച്ചിരുത്തി. ഈ ചെറുക്കനാണെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കും, ഇവളാണെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കും, ഉപവസിക്കും. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി സിസ്റ്റർ? ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നേ. ട്രീറ്റ്മെന്റ് എടുത്തിട്ടൊന്നും പ്രയോജനമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് കുഞ്ഞുമാവി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ അവളോട് വിളിച്ചിരുന്നു. അവൾക്ക് വേണ്ടി പേഴ്സണലി പ്രാർത്ഥിക്കുമ്പോ ഈശോയുടെ വലിയ മെസ്സേജ് ഇങ്ങനെയാണ്. അവളുടെ അമ്മയോടും ഭർത്താവിന്റെ അനിയനോടും മിണ്ടിയിട്ട് വർഷങ്ങളേറെയായി. അപ്പൊ ഞാനത് ചോദിച്ച നിമിഷം തന്നെ ഈ കൊച്ചെന്നെ ഒത്തിരി എന്നോട് വഴക്കുണ്ടാക്കി. സത്യത്തിൽ മനസ്സ് ഭാരപ്പെടി എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. കാരണം അവളെ സംബന്ധിച്ച് അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും, കാരണം അത്ര വേദന ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ അവളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു 1 വർഷം കഴിഞ്ഞ് താമസിച്ചുള്ള ധ്യാനത്തിന് ഇവിടെ തന്നെ വരികയാണ്. ധ്യാനത്തിന്റെ 3-ാം ദിവസവും പരിശുദ്ധ മനോവന്റിക് അഡറേഷന്റെ സമയത്തിന് തൊട്ടു മുമ്പ് കുറെ പേരെ വീണ്ടും ഒന്ന് കണ്ട് പേഴ്സണലി പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോഴിതാ ഇവള് വീണ്ടും ക്യൂബിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വീണ്ടും ഇതേ മെസ്സേജാണ്. എന്നോട് പറഞ്ഞു, മോളെ, നീ 3 ദിവസം ധ്യാനം കൂടി, ഇത്രയും നാളായി ഇത് തന്നെ നീ ഈശോ പറയുകയാണ്. അപ്പൊ അവള് പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് പറ്റില്ല. ആരാധനയും ധ്യാനവും കഴിഞ്ഞു പോയി, ഒരു പ്രയോജനം ഉണ്ടായില്ല. വീണ്ടും ഈ കഴിഞ്ഞ നാളില് എന്ന് പറഞ്ഞ ബിഫോർ 1 ഇയർ ഒരു തപസ് ധ്യാനം നടക്കുകയാണ്. അതിന്റെ അകത്ത് അവള് വന്ന് പങ്കെടുത്തു. അന്ന് അവൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇന്ന് ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് വരുമ്പോ ഈശോയ്ക്ക് എന്നെക്കുറിച്ച് ഒരു കുറവ് പറയാനുണ്ടാവില്ല. അവള് പരിപൂർണമായിട്ട് വർഷങ്ങളെടുത്ത് അത് ക്ഷമിച്ച് ഇന്ന് അവള് കൺസീവ് ആയിട്ട് ഇരിക്കുകയാണ്. ഈശോയ്ക്ക് പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാനുണ്ട് പ്രിയപ്പെട്ടവർ. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചിലതൊക്കെ മാറ്റാനുണ്ട്. അടുത്ത നാളിലെ ഒരു ഫാമിലി പ്രാർത്ഥിക്കാനായിട്ട് എന്റെ അടുത്ത് വന്നു. 4.5 വർഷം കഴിഞ്ഞു, കുഞ്ഞുവാവിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ സത്യത്തില് അവരുടെ ജീവിതത്തില് ഒരു വലിയ കുറവുണ്ട്. കാരണം അവര് പഠിക്കാനായിട്ട് വിദേശത്ത് വന്ന് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. കല്യാണം ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവര് വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ പാപത്തിലും അവർ ഇടപെട്ട് കഴിഞ്ഞു. അതിനുശേഷം വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഇപ്പൊ 4 വർഷം കഴിഞ്ഞു, കുഞ്ഞുവാവയില്ല. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോ എനിക്ക് തരുന്ന മെസ്സേജ് ഇതാണ്, മക്കളെ, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു. അവര് പറഞ്ഞോണ്ട്, ഞാൻ സാരമില്ല മക്കളെ, അതൊക്കെ നിങ്ങൾ വിവാഹത്തിലെത്തിയല്ലോ, ഓക്കെ. പക്ഷെ ഈശോ വീണ്ടും ഇവരോട് പറയുകയാണ്. അപ്പൊ ഞാൻ ആ ചെറുക്കനോട് ചോദിച്ചു, മോനെ, ഇങ്ങനൊരു തെറ്റൊക്കെ സംഭവിച്ചല്ലോ നിന്റെ ജീവിതത്തില്, നീ ഇത് പറഞ്ഞു കുമ്പസാരിച്ചു, വിവാഹത്തിന് മുമ്പ് ഒന്ന് പറഞ്ഞു കുമ്പസാരിക്കാൻ വരുന്നു. അപ്പൊ അവൻ പറയുകയാണ്, സിസ്റ്ററെ, വിദേശത്ത് നിന്ന് അങ്ങോട്ട് ചെന്നതല്ലേ, പെട്ടെന്ന് കല്യാണ ഒരുക്കളൊക്കെ നടന്നതുകൊണ്ട് ഇതൊന്നും പറഞ്ഞു കുമ്പസാരിക്കാനൊന്നും പറ്റിയില്ല. പെട്ടെന്നൊരു കുമ്പസാരം നടത്തി ഞാൻ വിവാഹം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന്റെ അകത്ത് ദൈവത്തിന്റെ മുമ്പിൽ നീതി കിട്ടണമെങ്കിൽ, കരുണ കിട്ടണമെങ്കിൽ നമ്മൾ മാറ്റാൻ തയ്യാറാകണം. അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും പ്രശ്നങ്ങള്.
ശാസ്ത്രം പറയുന്നു നിനക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ശാസ്ത്രം പറയുന്നു നിനക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് എന്തേ എന്ന് ചോദിക്കുന്നു. ഫലം ഇപ്പോഴും ശൂന്യതയാണ് എങ്കിൽ നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കാൻ കൂടി ഇന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കർത്താവ് ജോഷുവയെയും കൂട്ടരെയും കാനാൻ ദേശത്തേക്ക് ആനയിക്കുമ്പോ ജോർദാൻ നദിക്കരയിൽ വന്ന് നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് കാണാം, കണ്ണെത്തും ദൂരത്ത് കാണാം കാനാൻ ദേശം. കടന്നു പോകാൻ പറ്റാത്തൊരു കവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി അവരുടെ മുൻപിലുണ്ട്. ഈ നദി വറ്റിക്കാനൊന്നും അവർക്ക് പറ്റില്ല. ഈ നദിയിലെ വെള്ളം കോരി മാറ്റാൻ പറ്റില്ല. പാലം പണിത് അപ്പുറത്ത് കടക്കാൻ അവർക്കാവില്ല. അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മുൻപിൽ കയ്യിൽ നിൽക്കുന്ന, സ്വീകരിക്കാൻ പറ്റാൻ നിൽക്കുന്ന ഒരു ഇസ്രായേൽ സമൂഹത്തെ വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പ്രതിസന്ധിയുടെ മുൻപിൽ അവർ നിൽക്കുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ജോഷുവ സമാഗമ കൂടാരത്തിന്റെ മുൻപിലായിരിക്കുന്ന സമയം ദൈവം തന്റെ ആലോചനകൾ ജോഷുവയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തിരിച്ചു വന്ന് ജോഷുവ പറയുന്ന ഒരു വചനമുണ്ട് 3:3, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ശുദ്ധീകരണത്തിന് തലം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ വികലമാക്കിയിട്ടുണ്ടോ? ശരീരം മുഴുവൻ പച്ചകുത്തി ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട് ക്രിസ്ത്യാനികൾ. എന്നിട്ട് അവർ വന്നിട്ട് പറയും, സിസ്റ്ററെ കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, മോളെ ഈശോയുടെ മുമ്പിൽ ഇതൊന്നും ശരിയല്ല. കർത്താവിന്റെ കൃപയാണ് നിനക്ക് വേണ്ടത്. ഇത് ട്രെൻഡായിരിക്കാം, ഇത് ഫാഷനായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ കൃപ നിനക്കിപ്പോ വേണം. ഈ ട്രെൻഡും ഫാഷനും നിനക്കൊരു കുഞ്ഞിനെ തരില്ല. ഈശോ കനിയണം. നീ ട്രീറ്റ്മെന്റിന്റെ പിന്നാലെ പോകാം, ഒക്കെ, പക്ഷെ ദൈവം കനിയണം. എവിടെയൊക്കെയോ നീ മാറാനുള്ളത് മാറണം. പ്രിയപ്പെട്ടവനെ, ഞാൻ നിങ്ങളെ ഇരുന്ന് സങ്കടങ്ങൾ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, ചില ഫാക്റ്റുകൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഈശോ പറയുകയാണ്, എന്താണ് എനിക്ക് മാറാനുള്ളത്. നമ്മൾ 2-ാം ദിവസം ചിന്തിക്കുന്ന അതാണ്. ദൈവത്തിന്റെ വലിയ സാധ്യതയെ നമ്മൾ ഓർത്തു. ഇന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയാണ്, ഈശോയെ എനിക്ക് എന്താണ് മാറാനായിട്ടുള്ളത്. എന്റെ ലൈഫിൽ ചിലപ്പോൾ എന്റെ ചിന്തയായിരിക്കാം, എന്റെ വാക്കായിരിക്കാം, എന്റെ പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്നിൽ തന്നെ കഴിഞ്ഞുകൂടിക്കുന്ന ദുഃഖങ്ങളായിരിക്കാം, ചില നിരാശകളായിരിക്കാം, ചില കോപപ്രകൃതികളായിരിക്കാം, ചിലപ്പോൾ ദൈവത്തിന് ഞാൻ സ്ഥാനം കൊടുക്കാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തോട് മറുതരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്താണ് എന്റെ പ്രശ്നം? എല്ലാ മക്കളും വന്ന് കണ്ണുകൾ അടച്ചേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്ക്. ഒരുപക്ഷെ നീ എല്ലാറ്റിലും വിശുദ്ധയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിന്റെ കരുണ ഒഴുകാൻ വേണ്ടി നമ്മളിപ്പോ പ്രാർത്ഥിക്കും. അതല്ല, എന്തെങ്കിലും നിനക്ക് മാറ്റാനുണ്ടെന്ന് നിനക്ക് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടാവട്ടെ. സമയം ഒരു തിരിച്ചറിവിന്റെ സമയമായിട്ട് ഇത് മാറട്ടെ. ഈശോയെ, എന്റെ ജീവിതത്തില് ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരാൻ തടസ്സം നിൽക്കുന്നത് എന്തുമാകട്ടെ, അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വ്യക്തിക്ക് 12 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വൈദികന്റെ കൈകൾക്കുള്ളില് അനുഭവപ്പെടുന്നത് ഇങ്ങനെയാ, കുറെ 8 വലകള് കൈകൾക്കുള്ളിൽ അനുഭവപ്പെടുകയാ. അദ്ദേഹത്തിന്റെ തലയിൽ കൈവെക്കുമ്പോ 8 വലയില് കൈവെക്കുന്നത് പോലെയാണ്. അപ്പോൾ ആ വൈദികന് ഇങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ അനേകം കെട്ടുകളിൽപ്പെട്ട് കിടക്കുകയാണ്. ചിലപ്പോൾ നമ്മുടേതായ ജീവിതത്തില് നമ്മൾ പല ബന്ധങ്ങളില് കെട്ടപ്പെട്ടിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ആരും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചിട്ട്, കർത്താവേ, ഇന്നേ ദിവസം വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാൻ എന്താണ് എന്റെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈശോയൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അവിടുന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്റെ ഈശോയുടെ നാമത്തിൽ അതെല്ലാം വിട്ടുമാറി പോകുവാൻ, ഒരു തിരിച്ചറിവുണ്ടാകുവാൻ, അകലെയാണെങ്കിൽ അടുത്തു വരുന്ന ഒരു സാന്നിധ്യ അനുഭവം ലഭിക്കാൻ ഈശോയെ നീ ഇടയാക്കണേ അപ്പാ. അവകാശപ്പെട്ടത്, അർഹതപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ ഈശോയെ. ഈ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഒരു കുഞ്ഞ്, ദാമ്പത്യ ജീവിതത്തിന്റെ സമ്മാനമാണ് കുഞ്ഞ്. ഈശോയെ, എന്തെങ്കിലും ഇവർക്ക് നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈശോയെ അത് അവകാശമായി അനുഭവിക്കാൻ വേണ്ടി തിരിച്ചറിവിന്റെ, ഒരു അനുതാപത്തിന്, റിയലൈസേഷന്റെ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ തിരിച്ചറിവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
ആരാധന. ഈശോയെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനസ്സിന്റെ ശുദ്ധീകരണം ഉണ്ടാവട്ടെ ഈശോയുടെ നാമത്തിൽ. കർത്താവിന്റെ നാമത്തിൽ വലിയ അടയാളങ്ങൾ സംഭവിക്കാൻ, വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാവാൻ, തിരിച്ചറിവുണ്ടാവാൻ, തിരിച്ചുവരവിന്റെ ഒരു ദിവസം ഉണ്ടാവട്ടെ ഈശോയെ. കരുണയാകണ ഈശോയെ, കരുണയാകണ ഈശോയെ, ബലമാകണ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പാടിക്കേ. ആഴത്തിൽ എന്നോട് ഇടപെടണേ. എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കട്ടെ ഈശോ. നമ്മളെ തന്നെ കാണാനുള്ള കൃപ കിട്ടട്ടെ ഈശോ തരട്ടെ. ഈശോയെ ഏറ്റെടുക്കണേ. അപ്പാ എന്നോട് ഇടപെടണ ഈശോയെ. ഈശോയെ എന്നോട് ഇടപെടണ ഈശോയെ. എന്റെ ജീവിതത്തോട് ഇടപെടണേ അപ്പാ. ഈശോയെ ഇടപെടണേ അപ്പാ. എല്ലാ മക്കളോടും കർത്താവ് ഇടപെടാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ. ഈശോയെ ജീവിതത്തോട് നീ ഇടപെടണേ അപ്പാ. എന്റെ നാഥ ഇടപെടണേ ഈശോയെ. കർത്താവെ അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ ഇടപെടണേ ഈശോയെ. ജീവിതത്തോട് ദൈവം ഇടപെടട്ടെ കർത്താവേ. അപ്പാ ഇടപെടണേ അപ്പാ. നാഥ ഈശോയെ, ഈശോയെ, എന്റെ ഈശോയെ ഇടപെടണേ ഈശോയെ. ഈ മക്കളോട് ജീവിതത്തിൽ ഇടപെടണേ അപ്പാ. കർത്താവേ കാണണേ അപ്പാ. എന്റെ ഈശോയെ കാണണേ അപ്പാ. കർത്താവേ നീ കാണണേ അപ്പാ. ആഗ്രഹിക്കാം മക്കളെ, തുറന്ന ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപിൽ ആയിരിക്കാം. ഈശോയെ എന്താണ് കർത്താവെ എന്റെ ജീവിതത്തിൽ മാറ്റാനുള്ളത്? അനുഗ്രഹങ്ങൾ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഇനി ഞാൻ മാറ്റാനുണ്ടോ ഈശോയെ? എന്റെ ആത്മീയ ജീവിതത്തിന്റെ തലത്തില് കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓരോരുത്തരും ഈശോയോട് ചോദിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ മുൻപിലായിരിക്കുമ്പോൾ ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങൾ നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുകയാണ് ഈ സമയത്ത്. നമുക്ക് നമ്മളെ കുറിച്ച് ഒന്ന് ധ്യാനിക്കാനായിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് വചനത്തിൽ പറയുകയാണ്. ഒന്നാമത്തെ വചനം ഇങ്ങനെയാണ്. 22-ാം അധ്യായം 21-ാമത്തെ വചനം ഇപ്രകാരം വായിക്കുകയാണ്. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. കർത്താവ് പറയുന്ന ഒരു വചനമാണ്. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പലരോടും, എനിക്ക് ആരോടൊരു വെറുപ്പില്ല എന്ന് പറഞ്ഞാൽ പോലും അല്പനേരം ദൈവത്തിന് മുമ്പിൽ ശാന്തമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എവിടെയോ എന്തൊക്കെ ഇനിയും തികട്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പൊ കുഞ്ഞു കുഞ്ഞു വാക്കുകളായിരിക്കാം, ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യമായിരിക്കാം. പക്ഷെ ഇത് കർത്താവ് നമ്മൾക്ക് മനസ്സിലാക്കി തരും. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കാനിരിക്കുമ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തുറന്ന ഹൃദയത്തോടെ ആയിരിക്കുക. ഈശോയെ, എനിക്ക് അനുഗ്രഹമാണ് വേണ്ടത്.
അതിന് ചില ചേച്ചിമാരൊക്കെ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, സിസ്റ്റർ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു മനസ്സോടുകൂടി നമുക്ക് ഈശോയുടെ വചനത്തിന്റെ മുൻപിലായിരിക്കാം. എനിക്ക് ആരോടെങ്കിലും രമ്യതപ്പെടേണ്ടതുണ്ടോ? എന്റെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു ക്ലീൻ ഹാർട്ടോടെ ആയിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഒരു വലിയൊരു സാങ്ക്ടിഫിക്കേഷൻ നടന്ന ഒരു പരിശുദ്ധിയുള്ള ഒരു ഹൃദയം എനിക്കുണ്ടോ എന്ന് ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒന്ന് ആഴത്തിൽ പരിശോധിക്കുകയാണ്. വചനം പറയുകയാണ്, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, രമ്യതപ്പെടുക, ആഴമായ ബന്ധത്തിന്റെ പുനഃസ്ഥാപനം, ഒരു ബന്ധത്തെ ചേർത്ത് പിടിക്കുക. ഏതെങ്കിലുമൊക്കെ വ്യക്തികളുമായിട്ട് ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ കൃപ തടസ്സപ്പെടുകയാണ്. പ്രാർത്ഥന ധാരാളമായിട്ട് ഉയരുമ്പോഴും ബന്ധങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടായിരിക്കണം. ഞാൻ ഈ നാളുകളില് എനിക്ക് എന്റെ ഹൃദയത്തിൽ തൊട്ട ഒരാള്, അത്രമാത്രം എനിക്ക് അടുപ്പമുള്ള എന്റെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി ഒത്തിരി ഭാരപ്പെട്ട്, ഒത്തിരി എന്നെ തെറ്റിദ്ധരിച്ച് എന്നെ ഒരുപാട് ഭാരപ്പെടുത്തി, ഒത്തിരി സങ്കടപ്പെട്ട് കടന്നുപോയി. ഇപ്പൊ ഏത് മനുഷ്യനോട് ഈ കാര്യം വിവരിച്ചാലും ഈ ലോകത്തുള്ള എല്ലാവരും പറയും സിസ്റ്റർ റൈറ്റാണ്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു, സത്യമാണ്, നമുക്കതറിയാം. എങ്കിലും ഞാൻ ഓർത്തു ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയി അവരോട് സംസാരിക്കുകയും ഒക്കെ ഞാൻ ചെയ്തു. എന്നെ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ താണു വീണ് ഞാൻ ക്ഷമയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് എല്ലാം ഓക്കെ ആയി കാണും എന്ന് വിചാരിച്ചു. ബട്ട് അവർ ഓക്കെ അല്ല എന്ന് ഞാൻ തിരിച്ചറിയാണ്. ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പിന്നിടുമ്പോൾ ഓക്കെ അല്ല എന്ന് എനിക്കറിയാം. വലിയൊരു ഡിസ്റ്റൻസ് വീണ്ടും ഉണ്ട്. അപ്പോൾ എന്റെ മനസ്സിൽ അതിങ്ങനെ ഭാരപ്പെട്ട് നിൽക്കും. ഞാൻ അതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഈശോ വീണ്ടും പറഞ്ഞു, നീ വീണ്ടും ഒരു മെസ്സേജ് ഇട്. വിളിച്ചെടുക്കില്ല. വീണ്ടും ഒരു മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ടപ്പോഴും എനിക്ക് തോന്നുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മറുപടി വന്നു. ജസ്റ്റ് ഞാൻ ചോദിച്ചതിനൊന്നിനും മറുപടിയില്ല. ജസ്റ്റ് ഒരു വേർഡ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്ന് പ്രഭാതത്തിന് വേണ്ടി നിൽക്കുമ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും മനസ്സിലേക്ക് ഇവർ ഓടി വരുവാണ്. ആ ബന്ധം പൂർത്തിയായിട്ടില്ല. ഞാനിങ്ങനെ ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ എല്ലാവരും ജസ്റ്റ് ഇനി ഒന്നും പറയണ്ട, വിട്ടേക്കുക. ബട്ട് എനിക്കറിയില്ല, എന്തോ ആ ബന്ധം അവിടെ ഇങ്ങനെ പൊട്ടിപ്പോയതിന്റെ ഒരു ഭാരം മനസ്സിൽ കിടക്കുകയാണ്. ഒരു കൂട്ടില്ലായ്മയുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആഴത്തി നോക്കുമ്പോൾ എവിടെ എന്തോ ഒരു കൂട്ട് നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയുണ്ടെങ്കിൽ ആരോടെങ്കിലും അത് തിരിച്ചു പിടിക്കണം. അത് ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുള്ള ധ്യാന ശുശ്രൂഷയിൽ എനിക്കൊരു കാര്യം പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങളെ ഒരുപാട് പേര് ഭാരപ്പെടുത്തിയിട്ടുണ്ടാവും, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും, യൂസ്ലെസ് എന്ന് വെച്ചിട്ടുണ്ടാകും, കുടുംബത്തിന് പ്രയോജനമില്ലാത്തൊരു വ്യക്തിയാണെന്ന് നിങ്ങളെ മുദ്രയിട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളോട് മിണ്ടിയിട്ടുണ്ടാവില്ല, കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം. തീർച്ചയായും രമ്യതപ്പെടേണ്ട ഒരു തലം നിശ്ചയമായും നിങ്ങളിലുണ്ട്. അത് ഏത് മേഖലയിലെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അത് ആരോടെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ഈ ഒരു കാര്യം ഇന്ന് നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. രണ്ടാമതായിട്ട് കർത്താവിന്റെ വചനം പറയാണ്, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ വചനം. ദൈവത്തിന്റെ വചനത്തിലേക്ക് ഊളിയിട്ടിറങ്ങണം, ഈശോയുടെ വചനത്തിലേക്ക്. ഈശോയുടെ വചനം വായിക്കാൻ ദാഹം തുടങ്ങുമ്പോൾ കർത്താവ് നമുക്കത് ശക്തമായി നൽകുകയാണ്. ഈശോയുടെ വചനം നമുക്ക് സ്വീകരിക്കാനായിട്ട് കർത്താവ് കൃപ നൽകും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ നമുക്കൊന്ന് പരിശോധിക്കാം, ദൈവവചനത്തോടുള്ള നമ്മുടെ ഒരു ആഭിമുഖ്യം എത്രമാത്രമാണ്, വചനം വായിക്കാനായിട്ട് എത്രമാത്രം നമുക്ക് പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ വേണ്ടി അല്ല നമ്മൾ വചനം വായിക്കുക, മറിച്ച് ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കാൻ വേണ്ടി വചനം വായിക്കണം. എന്റെ കർത്താവ് എന്നോട് എന്ത് പറയും, എന്റെ ആവലാതിയെക്കുറിച്ച് എന്ത് മറുപടി നൽകും? ഹബക്കൂക്ക് 2:1. എന്റെ കർത്താവ് എന്നോട് എന്ത് പറയുമെന്നും എന്റെ ആവലാതിയെക്കുറിച്ച് എന്ത് പറയുമെന്നും അറിയാൻ വേണ്ടി ആണ്, മറുപടി തരുമെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനം വായിക്കേണ്ടത്. അങ്ങനെ ഞാൻ വചനം എടുക്കണം. കർത്താവ് എന്നോട് എന്താ പറയുന്നത്? ബൈബിൾ എപ്പോ എടുത്താലും മറിച്ചു നോക്കി ജസ്റ്റ് ഒരു സെന്റൻസ് വായിക്കുന്ന ഒന്നല്ലല്ലോ നമ്മുടെ ബൈബിള്. അപ്പൊ ചില വ്യക്തികൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വചനം വായിക്കും, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരുപക്ഷെ അത്രയൊന്നും ഫെയ്ത്ത് ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം, വചനത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു സജഷൻ വയ്ക്കുകയാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും
എല്ലാ ദിവസവും ഒന്ന് വചനം വായിച്ചു തുടങ്ങിക്കേ. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കുറവുകളുണ്ട്. പാപത്തിന്റെ കെട്ടുകളുണ്ടാകും. നെഗറ്റീവ് സ്പിരിറ്റുകൾ കടന്നു വരാം. ഈ വചനം വരുമ്പോഴാണ്, കർത്താവിന്റെ അതിർത്ത് പുറപ്പെടുന്ന വചനങ്ങളാണ് സാത്താനെ പുറത്താക്കാൻ നമ്മളെ സഹായിക്കുക. അതുകൊണ്ട് ആ ഒരു തലം നമുക്കുണ്ടാവട്ടെ എന്ന് നമ്മൾ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ രണ്ടാമതായിട്ട് ഇന്നേ ദിവസം ദൈവപ്രവർത്തികൾ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ വചനം കേൾക്കുക, വചനം ഹൃദയത്തെ സൂക്ഷിക്കുക. മൂന്നാമതായിട്ട് അടുത്ത വചനം ഇതാണ്, 23-ാമത്തെ വചനം. സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും, അടുത്ത വചനമാണ്, നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ അകറ്റിക്കളയുകയും ചെയ്യും. അപ്പൊ കർത്താവ് ഈ വചനത്തിലൂടെ 3 കാര്യങ്ങൾ പറഞ്ഞു വെക്കുക. എന്റെ അടുത്തേക്ക് നീ വരിക. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലോട്ട് തിരിച്ചു വരണം. നമ്മൾ ദൂരേക്ക് പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അവള് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ, ഞാൻ ഇവിടെ വിദേശത്ത് പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരാളെ കണ്ടുമുട്ടാൻ ഇടയായി. ആളെ കണ്ടുമുട്ടി. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളായത് സിസ്റ്ററെ. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോ എന്റെ വീട്ടുകാരെ അറിയിച്ചു. അവര് പറഞ്ഞ് എന്നാ ശരി കല്യാണം കഴിക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി വേറൊരു രാജ്യത്തോട്ട് ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും കൂടിയാണ്. അപ്പൊ എല്ലാവരോടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഒരു രജിസ്റ്റർ മാര്യേജും കൂടെ ചെയ്തേക്കാൻ പറഞ്ഞു. ഞാൻ രജിസ്റ്റർ മാര്യേജ് ചെയ്തപ്പോ കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. രജിസ്റ്റർ മാര്യേജ് കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ പ്രശ്നങ്ങളുടെ മേൽ അഗാധമായ പ്രശ്നത്തിലാണ്. വഴക്കില്ലാത്തൊരു ദിവസമില്ല, സമാധാനമില്ലാത്തൊരു ദിവസമില്ല. ഞാൻ എന്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അവർ പറഞ്ഞ് ഡിവോഴ്സ് ചെയ്തേക്കാൻ. ഞാൻ പിന്നെ പള്ളിയിൽ പോക്കൊക്കെ നിർത്തിയായിരുന്നു സിസ്റ്ററെ. ഈവൻ എന്റെ ജീവിതത്തോട് വന്നതോടുകൂടി എല്ലാം നിർത്തി. ഇപ്പൊ ഞാൻ വീണ്ടും ഇന്നലെ തൊട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, ഈ അപ്പനും അമ്മയും പറഞ്ഞേക്കുന്ന രജിസ്റ്റർ മാരേജ് അല്ലേ ചെയ്ത്, അതുകൊണ്ട് അത് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒപ്പിടാൻ വേണ്ടി എന്നോടെല്ലാം പറഞ്ഞു വെച്ചേക്കുക. ഞാൻ എന്ത് ചെയ്യണം സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ആ പെങ്കുച്ച നിൽക്കുമ്പോ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്റെ അടുത്തോട്ട് വരിക. ഞാൻ എവിടെയെങ്കിലും ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിൽ നീ എന്റെ അടുത്തോട്ട് വരണം. എന്റെ അടുത്തോട്ട് വന്നിട്ട് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി, നിന്നിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ദേശത്ത് നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ എന്തെങ്കിലും മാറ്റിക്കളയാനുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറ്റിക്കളയുക. 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം വചനം പറയുകയാണ്, 24-ാമത്തെ വചനം. സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, എന്നാണ് ആ വചനം. സ്വർണം ഏറ്റവും വിലപിടിച്ചൊരു കാര്യമാണ്, ഏറ്റവും മൂല്യമുള്ള ഒരു കാര്യമാണ്. ഓഫീർ പൊന്നും അതുപോലെ തന്നെ വിലപിടിച്ചതാണ്. എന്നാൽ ഇന്ന് ഇവിടെ ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ അതർ ദാൻ ജീസസ്, ഈശോയേക്കാൾ അപ്പുറമായി എന്തെങ്കിലും വില പിടിച്ചതായി നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ, ഈശോയുടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, ദയവ് ചെയ്ത് അതിനേക്കാൾ അപ്പുറമായി അതിനുള്ള അറ്റാച്ച്മെന്റിൽ നിന്ന് മാറി ഈശോ നിനക്ക് അറ്റാച്ച്ഡ് ആയിട്ട് മാറട്ടെ എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. ആ ഒരു കൃപയുടെ തലം ഈശോയോട് നമുക്ക് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് എന്റെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ലൈഫിൽ എന്താണ് ഈ സമയത്ത് ഞാൻ ഏറ്റവും വിലപിടിച്ചതായിട്ട് കാണുന്നത്? എന്താണ് ഈ സമയത്ത് ഞാൻ വിലപിടിച്ചതായിട്ട് കാണുന്ന കർത്താവിനേക്കാൾ അധികമായി എന്താണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഈശോയ്ക്ക് കൊടുക്കേണ്ട ചില സമയം, അതാണ് അടുത്ത വചനം. സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ, അതാണ് വചനം പറയുക. അപ്പോൾ മറ്റെല്ലാത്തിനേക്കാൾ ഫസ്റ്റ് പ്രയോറിറ്റി, 1-ാം സ്ഥാനം ഈശോയായിരിക്കട്ടെ. നിങ്ങളുടെ വീടിന്റെ സെന്ററിൽ ഈശോ ആയിരിക്കട്ടെ. നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഇതിനെല്ലാം നടുവിൽ ഈശോ ഉണ്ടാവണം. ആ ഈശോ നിൽക്കുന്ന ഒരു തലമുണ്ടല്ലോ, ഈശോ ഒന്നാമതായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അടുത്ത കാര്യം നടക്കാൻ പോവുക. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ മക്കളില്ലാത്ത ദമ്പതികള് ലൈഫിൽ കുറച്ചു കഴിയുമ്പോൾ ഭാരമൊക്കെ തോന്നാറുണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കർത്താവിന്റെ മുൻപില് നമ്മളായിരിക്കുമ്പോൾ ഈശോയെ, എവിടെയെങ്കിലൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തിയൊരു തലമുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു തലമുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, ആ പരസ്പരം കുറ്റപ്പെടുത്തൽ ഒരു മുറിവേൽപ്പത്തിലേക്ക് മാറ്റപ്പെടുകയാണ്.
സ്നേഹം കുറഞ്ഞു പോയ, മനസ്സകന്നു പോയ ജീവിതങ്ങളെ കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു കുറവ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഇന്ന് അത് ഉപേക്ഷിക്കാൻ ഈശോ ആഗ്രഹിക്കുക. അത് വലിയൊരു കുറവ് തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തില് ഈശോയുടെ കൃപ കടന്നു വരാൻ തടസ്സമാണ്, ഭാരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ചേ. എന്റെ ജീവിതത്തില് എന്റെ ഈശോയുടെ വചനം കേൾക്കാനും വായിക്കാനും ഞാൻ കൊടുക്കുന്ന സമയം എത്രയാണ്? പക്ഷെ നിങ്ങൾക്ക് തന്ന ജീവിത പങ്കാളിയെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റാതെ പോകുന്നുണ്ട്. കുറ്റപ്പെടുത്തലുകൾ മാത്രമായി പോകുന്ന ഒരു തലം. പക്ഷെ നിങ്ങൾക്കായിട്ട് തന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവളുടെ അല്ലെങ്കിൽ അവന്റെ സങ്കടങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ അകന്നുപോയ ഒരു മനസ്സിന്റെ ഉടമയാണോ നീയെന്ന് ഈശോയുടെ മുൻപില് ഒന്ന് ആഴത്തിലൊന്ന് പരിശോധിക്കുകയാണ്. ദൈവത്തിന്റെ മുൻപിൽ എളിമപ്പെട്ട് നിൽക്കാനായിട്ട് ഈശോ നമ്മളോട് ഈ സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ എളിമയുടെ തലത്തിലേക്ക് കടന്നു വരട്ടെ എല്ലാ മക്കളും. ഈശോയെ, എന്നോട് നീ സംസാരിക്കുക, എന്റെ ജീവിതത്തോട് നീ സംസാരിക്കുക. എന്തുമാകട്ടെ, എന്റെ ലൈഫ് എന്തുമായിക്കൊള്ളട്ടെ, ഏതൊക്കെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിലും ഞാൻ എന്താണ് ഈശോയെ മാറ്റാനുള്ളത്? എന്റെ ജീവിതത്തില് ഞാൻ കൊടുക്കേണ്ടത് പലതും കൊടുക്കാതെ എന്നിട്ട് ജീവിത പങ്കാളികള് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈശോ തന്ന ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റാതെ ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമായിട്ട് പങ്കുവെക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിന്റെ മനസ്സിലെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നില്ല. മാറ്റം വേണം. ഈശോ അത് ആഗ്രഹിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുകയാണ്. എവിടെയാണ്? ഈശോ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകണം. ഈശോയേക്കാൾ അധികമായി ഏതെങ്കിലും വ്യക്തികൾ, വസ്തുക്കൾ, എന്തെങ്കിലും ജോലികൾ, എന്തെങ്കിലും സമ്പത്ത് പോലും നമ്മൾ അധികമായി കരുതിയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു മാറ്റത്തിന് വേണ്ടി ഈശോ നമ്മളെ വിളിക്കുന്നു. നീ കർത്താവിൽ ആനന്ദിക്കാനാണ് ഈശോ പറയുക. ഈശോയുടെ നേരെ മുഖമുയർത്തുകയും ചെയ്താൽ നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. അതാണ് കർത്താവിന്റെ വചനം. ജോബ് 22:28 ഈശോയെ, എന്റെ ആഗ്രഹം, എന്റെ സ്വപ്നം ഇതാണ്. തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു കിട്ടുമെന്നുള്ള വലിയ വാഗ്ദാനമുണ്ട്. എല്ലാ മക്കളും ഈ വചനത്തെ ഏറ്റെടുക്കട്ടെ. കർത്താവെ, ജോബ് 23:14 വചനം പറയുന്നുണ്ട്, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളതൊക്കെ അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. മാറ്റമില്ലാത്ത കർത്താവ് തരും. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? താൻ ആഗ്രഹിക്കുന്ന അവിടുന്ന് ചെയ്യും. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് മാറ്റാനുള്ളത്? ഒരു പരിശോധനയാണ്. ഈശോയെ, മാറ്റാനുള്ള വലിയ കൃപ നീ എനിക്ക് തരണേ. ഈശോയെ, നീ അതെനിക്ക് തരണമേ എന്ന് നിന്റെ സന്നിധിയില് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എവിടെയാണ് എനിക്കൊരു മാറ്റം വരേണ്ടത്? ഒരു പരിശോധന എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ. കർത്താവെ, കുറവുകളുള്ള എന്റെ ജീവിതത്തെ കണ്ടെത്താനുള്ള ഒരു കൃപ എനിക്ക് തരണേ ഈശോയെ. അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നതെല്ലാം എടുത്തു മാറ്റുക. നമ്മളിലാകട്ടെ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, അനുഗ്രഹ തടസ്സം നിൽക്കുന്നതെല്ലാം എടുത്തു മാറ്റണം. ഈശോയ്ക്ക് 1 സ്ഥാനം കൊടുക്കണം. ഈശോയുടെ കാര്യങ്ങൾ 1 സ്ഥാനം കൊടുക്കാനായിട്ടുള്ളൊരു തീരുമാനം ഇന്നുണ്ടാവട്ടെ. അപ്പൊ നീ കേട്ടതൊക്കെ കണ്ണുകൊണ്ട് കാണാനുള്ള കൃപ ഈശോ തരും. നിനക്ക് ഈശോ പറഞ്ഞിട്ടുണ്ടാവും ഒരു കുഞ്ഞിനെ തരുമെന്ന്. വാഗ്ദാനം കയ്യിലായിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാം. ഈശോയെ, കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് ആഗ്രഹിച്ച് സ്നേഹത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. മാറ്റങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ആരാധന.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ഈശോയെ, ആരാധന ഈശോയെ, ആരാധന ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ. കർത്താവിന്റെ വലിയ കരുണ ഒഴുകട്ടെ. വലിയ മനമുരുകലിന്റെ സമയമാണിത്, അനുതാപത്തിന്റെ സമയമാണ് ഈശോയെ. കുറവുകൾ എടുത്തു മാറ്റണം ഈശോയെ, കുറവുകൾ എടുത്തു മാറ്റണം ഈശോയെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. കർത്താവേ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ കർത്താവേ, വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണേ ഈശോയെ, വലിയ ദയ കാണിക്കണേ ഈശോയെ. കർത്താവെ വലിയ ദയ കാണിക്കണേ. താനായ ഈശോയെ യേശുവേ യേശുവേ ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ. കർത്താവേ എന്റെ നാഥ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയെ ആരാധിക്കുന്ന കർത്താവേ, നല്ല നാഥ എല്ലാം കാണുന്ന ഈശോയെ, എല്ലാം അറിയുന്നപ്പാ, ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണേ കർത്താവേ. വലിയൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ ഈശോയെ എല്ലാ മക്കൾക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റാനുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കൃപ ദൈവത്തിന്റെ വലിയ തീരുമാനങ്ങളൊക്കെ സംഭവിക്കാൻ വേണ്ടി, ഈശോയുടെ പദ്ധതികളെല്ലാം പൂർത്തിയാകാൻ വേണ്ടി ഈ മക്കളെ എവിടുന്ന് ഒരുക്കിയെടുക്കണം ഈശോയെ. അപ്പാ നാഥാ സ്തുതിക്കുന്ന കർത്താവേ, അത് മതിയപ്പാ, അത് മതി ഈശോയെ. നിന്റെ വലിയ കൃപ നൽകണേ അപ്പാ. ഈശോയെ ആരാധന. എന്റെ ഈശോയെ ആരാധന ആരാധന. ഈശോയെ യേശുവേ കർത്താവേ കർത്താവേ. എനിക്ക് എല്ലാ മക്കളും ഈശോയെ ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ എല്ലാം ഈശോ മാറട്ടെ കർത്താവേ. എന്റെ ഈശോയെ എന്റെ കർത്താവേ നാഥ, അപ്പാ നിന്റെ കൃപ മതി എനിക്ക്. വിശ്വസിക്കുന്ന കർത്താവേ, ആശ്രയിക്കുന്ന കർത്താവേ, ഈശോയെ ആരാധന.
യേശുവേ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥാ സ്തുതിക്കുന്ന കർത്താവേ, ഈശോയെ ഈശോയെ ഈശോയെ. കർത്താവിന്റെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വരുന്ന ഈ സമയം ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മുൻപിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, പരിശുദ്ധനായ തമ്പുരാന്റെ മുൻപില് വലിയ നിശബ്ദതയിൽ നമുക്കായിരിക്കാം. എന്റെ നാഥ, എന്റെ കർത്താവെ, അങ്ങെല്ലാം കാണുന്നുണ്ട്, അങ്ങെല്ലാം അറിയുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച നിന്റെ മുൻപില് പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദാനിയേലിനോട് കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: ദാനിയേലേ, നീ നിന്നെ തന്നെ ഇടമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. പക്ഷെ നമ്മളോട് പറയുകയാണ്, അകലങ്ങളിൽ നിന്ന് ഓടി ഓടി നീ ഇതാ ദൈവത്തിന്റെ സമീപത്തെത്തി. ഈശോയോട് നീ പറയുകയാ, കർത്താവെ, എന്നെ കാണണേ. ഹൃദയം കൊണ്ട് അടുത്തിരിക്കുന്ന സുസന്നയുടെ വലിയ നിലവിളി ദൈവത്തിന്റെ ചെവികളിൽ എത്തിയതുപോലെയാണ്. ഹൃദയം കൊണ്ട് അടുത്തിരിക്കുന്ന നീ ദൈവത്തിന്റെ സന്നിധിയില് നിന്റെ പ്രാർത്ഥനകളും നിലവിളികളും സമർപ്പിക്കുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കർത്താവിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ നമുക്ക് വചനം വീണ്ടും ഏറ്റെടുക്കാം. യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 13, 14, 15 വചനങ്ങള് നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? താൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റെടുത്ത ഈ വചനം, ഈശോ ആഗ്രഹിച്ചത് ഒരു കുഞ്ഞിനെ ലഭിക്കാനാണ് നിനക്കെങ്കിൽ അത് തരും ഈശോ നിനക്ക്. നീ അത് വിശ്വസിക്കും. മാറ്റമില്ലാത്തൊരു കർത്താവാണ്, മാറ്റമില്ല. അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ജോബ് പറഞ്ഞു, കർത്താവെ, അങ്ങേക്കെല്ലാം സാധിക്കും. അങ്ങയുടെ യാതൊരു പ്രവൃത്തിയെയും ഇല്ലാതാക്കാൻ, ഉദ്ദേശത്തെ മാറ്റാൻ ആർക്കും കഴിയുകയില്ലെന്ന് എനിക്കറിയാം. ആ ഒരു ബോധ്യത്തോടെ നിങ്ങൾ ഇവിടെ ആയിരിക്കട്ടെ. ഈ സമയത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ ദമ്പതികൾ ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ കരം പിടിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. ഈശോ തന്ന ഈ ജീവിതത്തില് ഒരു ഹൃദയത്തോടെ ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണേ. ഈശോയെ, വലിയ അടയാളങ്ങൾ അങ്ങ് ഈ പകല് ചെയ്യണേ ഈ മക്കളുടെ ജീവിതത്തിലേക്ക്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ വിറകൊള്ളുന്നു കർത്താവെ. അവിടുത്തെ പറ്റി ചിന്തിക്കുകയാണ് കർത്താവെ. എന്റെ ഹൃദയത്തെ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുകയാണ്. ഈശോയോട് പറയാം, എന്റെ കർത്താവെ, തീർത്തും നിസ്സാരമായ എന്റെ ജീവിതത്തെ പരിശുദ്ധ മാലാഖമാരോടൊപ്പം സന്നിഹിതമായി ഞങ്ങളുടെ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് സമർപ്പിക്കുകയാണെന്ന് ഈശോയോട് പറയാം. നമുക്ക് നമ്മുടെ ഈശോയെ ഒന്ന് ആരാധിക്കാം. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തില് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈശോയ്ക്കുള്ള ആരാധനകൾ അർപ്പിക്കുന്നതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് അതിനെല്ലാം പകരമായിട്ട് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ, നമ്മുടെ തമ്പുരാൻ നമ്മുടെ അടുത്ത്, നമ്മുടെ കൂടെ, നമ്മളോട് ചേർന്ന്, ഈശോയെ, എല്ലാറ്റിനും ഉപരിയായ എന്റെ തമ്പുരാൻ, സർവശക്തനായ എന്റെ കർത്താവ്, മഹത്വത്തിന്റെ രാജാവ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, വാഗ്ദാനം പൂർത്തിയാക്കുന്നവൻ, ഒരിക്കലും മാറ്റമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. യോഹന്നാൻ 5:17 വചനം പറയുകയാണ്, എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും വിശ്വസിക്കും മക്കളെ. കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മാറ്റമില്ലാത്ത നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായ കർത്താവിനെ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈശോയെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ കർത്താവെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, ജീവിതത്തിലെ മാറ്റങ്ങൾ വരാൻ വേണ്ടി ഈ മക്കൾ ആഗ്രഹിക്കുകയാണ് കർത്താവെ. അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുവേ, ആരാധന 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 ആരാധന. ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ നമ്മുടെ രാജാവിനെ ആരാധിച്ച എല്ലാ മക്കളും ഇന്നോളം കൊടുത്തിട്ടില്ലാത്ത ആരാധനകൾക്ക് പകരമായി, ഇന്നോളം മുടങ്ങിപ്പോയ പ്രാർത്ഥനകൾക്ക് പകരമായിട്ട്, ഇന്നോളം മുടങ്ങിപ്പോയ വചന വായനകൾക്ക് പകരമായി ഈശോയെ ആരാധിച്ചേ. എന്റെ ഈശോയെ, എന്റെ രാജാവെ ആരാധിക്കുന്നു, എന്റെ കർത്താവെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ആരാധിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ, എന്റെ ഈശോയെ, ഉദ്ധാനം ചെയ്തവനായ കർത്താവേ, താങ്ക് യു ഈശോയെ, ആരാധിക്കുന്നു. ഈശോ വലിയ അനോയിന്റിങ് നൽകുകയാണ്. എല്ലാ മക്കളും ആരാധിച്ചു പ്രാർത്ഥിച്ചേ. വലിയ അനോയിന്റിങ്. ഈശോയെ ആരാധിക്കുന്നപ്പാ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ. ഒരു ഹൃദയത്തോടെ എന്റെ പ്രിയപ്പെട്ട മക്കളെ നെഞ്ചുരുകി പ്രാർത്ഥിക്കട്ടെ, ആരാധിക്കട്ടെ, കർത്താവിനെ രാജാവായി കണ്ട് ആരാധിക്കട്ടെ. ആരാധിക്കട്ടെ ഈശോയെ, അങ്ങയുടെ പാദം. ഈശോയെ ആരാധിക്കുന്ന ഈശോ, എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെ ഈശോ, ഈശോയെ, ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ഹൃദയം തുറന്ന് ദാനം ഉത്തിതനായവനെ, ഉദ്ധാനം ചെയ്ത ഈശോയെ, ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, മരണത്തെ ജയിച്ചവനെ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഈശോയെ കണ്ട് കണ്ട് ആരാധിച്ചേ. എല്ലാ മക്കളും ആരാധിച്ചു പ്രാർത്ഥിച്ചേ. ഈശോയെ ആരാധന, ഈശോയെ ജയിച്ച എന്റെ ഈശോയെ ആരാധന. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ച വലിയ വിടുതൽ സംഭവിക്കും. എല്ലാ മക്കളും ദൈവത്തെ മുന്നിൽ കണ്ട് ആരാധിച്ച് പ്രാർത്ഥിച്ചേ. വലിയ വിടുതൽ സംഭവിക്കുന്ന സമയമാണ്. വലിയ വിടുതലുകൾ ഉണ്ടാകുന്ന സമയം, കെട്ടുപാടുകൾ അഴിഞ്ഞു പോകുന്ന സമയം. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ഈശോയെ, പിശാച് കെട്ടിയിട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തടസ്സം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും കെട്ടുകൾ അഴിയട്ടെ അപ്പാ. ഈശോയുടെ നാമത്തിൽ എല്ലാ പിശാചിന്റെ കെട്ടുകൾ വഴിയട്ടെ. ഈശോയുടെ നാമത്തിൽ ഈ മക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെട്ടുകളും വഴിയട്ടെ. അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ കെട്ടുപാടുകൾ അഴിയട്ടെ. ഈശോയെ സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിപ്പിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്. സ്തുതിക്കുമ്പോൾ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒഴുകും. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ അപ്പാ. ഞങ്ങൾ ഒരു ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു, ഒരു മനസ്സോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ മഹത്വം 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 മഹത്വം. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോയെ നന്ദി നന്ദി. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്
നിയമാവർത്തനം 31 അധ്യായം 8 വചനം പ്രകാരം പറയുന്നുണ്ട്, കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഈശോ വലിയൊരു വാഗ്ദാനം നമുക്ക് നൽകുകയാണ്. നമ്മുടെ മുൻപിലുള്ളത് നമ്മുടെ കർത്താവാണ്, മുമ്പേ നടക്കുന്നത് നമ്മുടെ കർത്താവാണ്, നമ്മുടെ കൂടെയുണ്ട് ഈശോ. നിന്നെ ഭഗ്നാശനാക്കാത്ത പരിത്യജിക്കാത്ത ഒരു ദൈവത്തെ കുറിച്ചാണ് തിരുവചനം നമ്മളോട് പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോ, ഈശോയെ ഞാൻ യോഗ്യയാണോ, ഞാൻ യോഗ്യനാണോ, നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഞാൻ യോഗ്യനാണോ എന്ന് ഓരോ മക്കളും ഈശോയോടൊന്ന് ചോദിച്ചേ. നമ്മൾക്ക് നമ്മളിലേക്കൊന്ന് നോക്കാം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്നുണ്ട്. കുഞ്ഞില്ലാത്തതിന്റെ വലിയൊരു വേദന നിങ്ങളിൽ ഉണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും എന്റെ ഈശോയുടെ കൃപ അനുപാതം ഒഴുകി വരാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നിമിഷം ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, കർത്താവെ, എന്താണ് എന്റെ ജീവിതത്തിലുള്ളത്? എവിടെയാണ് ഈശോയെ ഒരു മാറ്റം വരേണ്ടത്? കർത്താവെ, ഒരു വലിയ മാറ്റം വരാൻ വേണ്ടി തമ്പുരാനെ നീ തിരുമനസ്സാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്കറിയില്ല ഈശോയെ, ഒരുപക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ മനസ്സിലാക്കി തരുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഈ ആരാധന മണിക്കൂറിൽ അത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റട്ടെ, പരിപൂർണമായിട്ട് ഈശോ എടുത്തു മാറ്റട്ടെ. ഈശോയെ, എന്ത് തടസ്സമുണ്ടെങ്കിലും തടസ്സങ്ങളെല്ലാം വിട്ടുമാറി പോകാൻ വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ ചില ബ്ലോക്കുകളെല്ലാം മാറിപ്പോകണം. കർത്താവിന്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഭാഷിതം 18 അധ്യായം 10 വചനം ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. ബാറൂക്കിന്റെ പുസ്തകം 4 അധ്യായം 21 വചനം പറയുന്നു, എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ശത്രുകരങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ മോചിപ്പിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമുക്കതുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ ഈ സമയത്തായിരിക്കുമ്പോ ഈശോയുടെ നാമത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്. എന്തെങ്കിലും തടസ്സങ്ങളോ കെട്ടുപാടുകളോ പാപത്തിന്റെ അവശേഷങ്ങളോ ഇനിയും നമ്മളിലുണ്ടെങ്കിൽ, എന്തെങ്കിലും പിശാചിന്റെ കെണികള് നമ്മളെ ഇപ്പോഴും ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധത്തിൽ തടസ്സമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതെല്ലാം നമ്മൾ സമർപ്പിക്കാൻ പോവാണ്. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചില കെട്ടുപാടുകൾ മാറിപ്പോകാനായിട്ട്, ചിലപ്പോൾ കഴിഞ്ഞ കാലത്തിൽ ചില പാപങ്ങള് ഇപ്പോൾ നമ്മളെ പിന്തുടരുന്നുണ്ടാകും. ചിലപ്പോൾ ചില ദുശീലങ്ങൾ, ചിലപ്പോൾ ചില മാസ്റ്റർബേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പോൾ തെറ്റായ സ്നേഹബന്ധത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പൊ അതെല്ലാം നമ്മൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ യേശുനാമത്തിന്റെ ശക്തിയാല് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, വലിയ അത്ഭുതങ്ങള് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും, മക്കളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ചിന്തിച്ചോണം, കർത്താവിനൊന്നും അസാധ്യമല്ല. ഇന്ന് ഈ ശുശ്രൂഷ മണിക്കൂറിൽ വലിയ വിടുതൽ കിട്ടാൻ വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കും. നമ്മളൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, വലിയൊരു വിടുതല് ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, വലിയൊരു വിടുതല് കർത്താവെ അവിടുന്ന് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഈ മക്കളുടെ ജീവിതത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് മത്തായിയുടെ സുവിശേഷം 1 അധ്യായം 21 വചനത്തിൽ പറഞ്ഞു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും ഈശോയുടെ നാമത്തിന്റെ ശക്തിയല്ല. അത് പാപമാകട്ടെ, മറ്റെന്തെങ്കിലും ബന്ധനങ്ങളാകട്ടെ, കെട്ടുപാടുകളാകട്ടെ, ഞങ്ങളിൽ തന്നെയുള്ള വികാരങ്ങളുടെ ചില മേഖലകളാകട്ടെ, ഞങ്ങളിൽ തന്നെയുള്ള ചില ആസക്തികളാകട്ടെ, ഞങ്ങളിൽ തന്നെയുള്ള അസൂയയാകട്ടെ, ഞങ്ങളിൽ തന്നെയുള്ള വെറുപ്പുകളാകട്ടെ, ഈശോയുടെ നാമത്തിലെല്ലാം വിട്ടുമാറി പോകാൻ വേണ്ടി എല്ലാ മക്കളും ഈ സമയത്ത് ഉള്ളുരുകി സർവശക്തിയോടെ ഈശോയെ വിളിച്ച് ഈശോ ഈശോ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ,
ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ എന്റെ തമ്പുരാനെ സ്തുതിക്കുന്ന എല്ലാ മക്കളും അറിഞ്ഞു വിളിച്ചു പ്രാർത്ഥിക്കുക. ഈശോയുടെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. മക്കളെ, കർത്താവിന്റെ വലിയ അനോയിന്റിങ്ങിന്റെ സമയമാണ്. യേശുനാമത്തിന്റെ ശക്തിയാൽ നമ്മളിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഒരു കുഞ്ഞിനെ ലഭിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഈശോ 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 ഈശോ. സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. കെട്ടുകൾ അഴിയട്ടെ അപ്പ, ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവെ. യേശുനാമത്തിൽ എല്ലാ മക്കളുടെ മേൽ വലിയ അനുഗ്രഹങ്ങൾ ഒഴുകി വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഈശോയെ ഈശോയെ ഈശോയെ. ശക്തനായ കർത്താവെ, കുരിശിൽ മരിച്ചവനെ, പാപത്തിൽ നിന്ന് ശാപങ്ങളെ മോചിപ്പിക്കുന്ന യേശു കർത്താവെ, ഇന്നേ ദിവസം ഈ മക്കളുടെ മേല് വലിയ അനുഗ്രഹങ്ങൾ ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ 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 ഈശോ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ആരാധന 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോ ഈശോ ഈശോ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ആവർത്തിച്ചോടെ നാമം പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, അപ്പാ ആരാധിക്കുന്നപ്പാ. ഈശോയെ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ. എല്ലാ മക്കളെ ഏറ്റെടുക്കണം ഈശോയെ. എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഈശോയെ നീ കടന്നു വരണേ ഈശോയെ. കർത്താവെ, ഓരോ മക്കളെ അവിടുന്ന് കാണണേ അപ്പാ. ഓരോ വ്യക്തികളെ അവിടുന്ന് കാണണേ ഈശോയെ. നെടുവീർപ്പുകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഈശോയെ, നെടുവീർപ്പുകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവെ, എല്ലാ വേദനകളും മാറിപ്പോകട്ടെ. എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ കെട്ടുപാടുകളും അഴിയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നിങ്ങളിൽ പലരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു വിഷൻ ഈ സമയത്ത് എനിക്ക് നൽകുന്നു. ഈശോയുടെ കരങ്ങളിലേക്ക് അത് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഏറ്റെടുക്കണേ ഈശോയെ. ഈശോയെ ഏറ്റെടുക്കണേ അപ്പാ. കരുണയായിരിക്കണേ അപ്പാ. കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യൂട്രസ് സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് കൈകളിലെടുത്ത് കർത്താവ് പ്രത്യേകമായിട്ട് യൂട്രസിന്റെ മേല് വലിയ സൗഖ്യമൊഴുകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കർത്താവെ, കരുണയായിരിക്കണേ അപ്പാ. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം വഴി കുഞ്ഞിനെ ലഭിക്കുന്നതായി കാണാൻ പറ്റും. പ്രസാദപരത്തിന്റെ മാതാവ് കൂടെയുള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റുകയാണ്. കർത്താവെ, ഈശോ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയാണ്. തീക്കല്ലുകൾ ഊതി ഊതി കത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റുകയാണ്. ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സ്തുതി. ഒരു വ്യക്തിയുടെ വീട്ടിൽ ഈശോ വന്ന് പ്രകാശം ചൊരിഞ്ഞ് ഇങ്ങനെ വലിയ പ്രകാശത്തിന്റെ ശോഭയോടെ ഒരു കുടുംബത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഈശോ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കും മക്കളെ, നമ്മൾ ചെയ്യുന്നതൊക്കെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോ കൂടെയുണ്ട്. വിശ്വസിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, കരുണയായിരിക്കണേ. കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ വലിയ അടയാളങ്ങളെ സംഭവിക്കട്ടെ. കർത്താവെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവ് ഒരു പുത്രനെ നൽകി ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈശോ പറയുകയാണ്, ഒരു മകനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി കർത്താവ് കാണിച്ചു തരുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ നന്ദി. ജനുവരി 26 എന്നൊരു ഡേറ്റ് ഈശോ ഈ സമയത്ത് ഒരു കുടുംബത്തിൽ നൽകുകയാണ്.
ആ ഡേറ്റില് കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുമെന്ന് ഈശോ പറയുകയാണ്. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവിന്റെ കൃപ ഇങ്ങനെ മഞ്ഞുപോലെ പെയ്തിറങ്ങുന്നത് അനുഭവിക്കാൻ പറ്റുകയാണ്. വിശ്വസിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ വ്യക്തികളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, ഈശോയുടെ അടയാളങ്ങൾ സംഭവിക്കാൻ, ഈശോയുടെ സാന്നിധ്യത്തിന്റെ നിറവുണ്ടാവാൻ. ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. കർത്താവ് എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ ഈശോയെ. ചെറുതും വലുതുമായ നിയോഗങ്ങളുടെ മേല് ഈശോയുടെ വലിയ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. അത്യുന്നതനായ കർത്താവെ ആരാധിക്കുന്നു. യേശുവേ നന്ദി. സ്തുതിക്കുന്ന എന്റെ ഈശോ, സ്തുതിക്കുന്ന എന്റെ കർത്താവെ നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഈശോയെ നന്ദി. ഈശോയെ ചേർത്ത് പിടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ എല്ലാ മക്കളും. കനിയണേയപ്പാ, എന്നോട് വലിയ ദയ കാണിക്കണേ ഈശോയെ. എന്റെ ഈശോയെ അപ്പാ, ഈശോയെ ആരാധന. ഈശോയെ നാദാ ആരാധന. ഈശോയെ ഈശോയുടെ ഹൃദയം കൊണ്ട് ചേർന്നിരുന്ന് പാടി പ്രാർത്ഥിച്ചേ. കരുണാമയ കനിയണേയപ്പാ, എല്ലാ മക്കളും ആഗ്രഹിച്ച് പാടിക്കേ. ഈശോയെ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുക, ദയാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ കാരുണ്യത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എന്റെ ഈശോയെ ഇതാ ഞാൻ. എല്ലാ മക്കളും ഈശോയോട് പറയട്ടെ, ഞാനിവിടെയുണ്ട്. ധ്യാന ദിവസങ്ങളിൽ തന്നെ കർത്താവെ അവിടുന്ന് എന്റെ ജീവിതത്തിൽ ഇടപെടണേ. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹത്തെ ചുടകാതുകൾ ഉണർത്തിക്കും മക്കളെ. എല്ലാ മക്കളും സമീപത്തായിരിക്കുന്നവനെ ചേർത്ത് പിടിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. എന്റെ ഈശോ, നീ മാത്രമുള്ളൂ ഈശോയെ. കൂടെയുണ്ടാകണേ. ഈ കണ്ണുനീർത്തുള്ളികളെല്ലാം അങ്ങ് കാണുന്നുണ്ടല്ലോ ഈശോയെ. ഇവരെ നീ കേൾക്കുന്നുണ്ടല്ലോ ഈശോയെ. കേൾക്കണേ ഈശോയെ. ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേന്ന് ഈശോയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോയെ, എല്ലാം കാണുന്ന ഈശോയെ, ഒരു കുഞ്ഞിനെ വേണ്ടി ഈ മക്കള് പ്രാർത്ഥിക്കുമ്പോ അങ്ങ് അത്ഭുതകരമായ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണേ ഈശോയെ. നിന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് എന്നെ ദിവസം ഈ മക്കളെ എല്ലാം സമർപ്പിക്കുക. ഈശോയുടെ കരുണയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നെടുവീർപ്പുകളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ